പല സംഖ്യകളും തകർന്ന് തരിപ്പണമാണെന്നറിയാം. വാർത്തകളിൽ നിറയുന്ന തലക്കെട്ടുകൾ, ചിലപ്പോൾ പേഴ്സണലായിട്ട് വാട്സപ്പിൽ വരുന്ന വെല്ലുവിളി മെസ്സേജുകൾ, പാറ്റകൾക്ക് മുന്നിൽ കീഴടങ്ങി BJP, CJPക്ക് വഴങ്ങി BJP, നാണം കെട്ട് പടിയിറക്കം, ഫാസിസത്തിന്റെ പരാജയം, ജനാധിപത്യത്തിന്റെ വിജയം. അങ്ങനെ ഒന്നും പറയണ്ട. ഇനിയിപ്പോ മോദിയെല്ലാം കുറച്ചു ദിവസത്തേക്കെങ്കിലും ട്രോളുകളായി, അല്ലെങ്കിൽ ഒരു വലിയ മഹാമേരുവിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചു എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. നമ്മുടെ ശ്യാംകുമാർ സാറൊക്കെ പറയുന്ന പോലെ സംഘികൾക്ക് എങ്ങനെ സഹിക്കും അണ്ടിമുക്ക് BJP ശാഖയിൽ കൂട്ടക്കരച്ചിൽ. ഹരിയാന ഇലക്ഷനും മഹാരാഷ്ട്ര ഇലക്ഷനും ഒക്കെ ജയിച്ചപ്പോ നമ്മൾ കുറെ അറുമാദിച്ചില്ലേ. ചെറിയ ചെറിയ തിരിച്ചടികൾ നമുക്കും വരും. ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും വരും. അന്ന് നമുക്ക് തളപ്പെട്ട് കയറാം. അന്ന് പക്ഷേ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. എനിക്ക് പേഴ്സണലി ഞാൻ സത്യം പറഞ്ഞാൽ വല്ലാതെ തകർന്നു. എനിക്ക് വലിയ വിഷമമായി പോയി. കാര്യം ഇത്തരക്കാരുടെയൊക്കെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, അവിടെ വിദ്യാർത്ഥികളോടൊപ്പം കൂടിയ തീവ്രവാദികൾ ആസാദി മുദ്രാവാക്യങ്ങളും ഉമർ ഖാലിദിനെ വിട്ടയക്കണമെന്നുള്ള മുദ്രാവാക്യവും അല്ലാഹു അക്ബർ, നാരേ തക്ബീർ, അല്ലാഹു അക്ബർ ഒക്കെ വിളിച്ചപ്പോഴും നമ്മൾ രാജ്യത്തിനെതിരെയാണ് ഈ സമരം പോകുന്നതെന്ന് നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ കണക്കൂട്ടലുകൾ എവിടെ പോയി ഇടിച്ചു നിൽക്കും എന്നതിനെ പറ്റി രാജ്യം ഭരിക്കുന്നവർക്ക് വലിയൊരു കാഴ്ചപ്പാടുണ്ടാവും. സത്യം പറഞ്ഞാൽ അവരെ സമ്മതിക്കണമല്ലേ. ഈ ജസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പിന്തുണയ്ക്കുക മാത്രം ചെയ്യുന്ന നമ്മൾക്ക് തന്നെ അവരുടെ ഈ ഒരു പിൻവാങ്ങൽ, ഒരു കീഴടങ്ങൽ എന്ന് തന്നെ പറയാം. ഇവരുടെ കോക്രോച്ച് ജനതാ പാർട്ടി, അതിന്റെ ഈ അഭിജിത് ദീപ്കയും മറ്റു പരിവാരങ്ങളൊക്കെ ഏതിന്റെ ബേസിൽ വന്നാണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഇടയിൽ കുറെ പേർ എന്തൊക്കെ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നതെന്ന് നമുക്കറിയാം. ഇതിന്റെ ഇടയിലേക്ക് കൂടിയ ആൾക്കാരെ നമുക്കറിയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ സത്യത്തിൽ ഈ മൊബൈൽ ഫോണും ചുരണ്ടിയിരിക്കണ ഒന്നും അറിഞ്ഞിടാത്ത കുറെ കഴുതകളും ഉണ്ട്. ഇവറ്റകളും ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അവറ്റകളെ ഓർത്ത് മാത്രം, ആ വിദ്യാർത്ഥികളെ ഓർത്ത് മാത്രം ഞാൻ ഒരുത്തനോട് സംസാരിച്ചാൽ മനസ്സിലായി കക്ഷിക്ക് യാതൊരു പിടുത്തവും. അതുങ്ങളുടെ ജീവൻ ഓർത്ത് മാത്രമാണ് മോദി സത്യം പറഞ്ഞാൽ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെന്ന് ഞാൻ കരുതുന്നു. ന്യായീകരണത്തിന്റെ ഒന്നും അർത്ഥമില്ല. കീഴടങ്ങി, പരാജയപ്പെട്ടു. യെസ്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട്. നാട്ടിൽ നടക്കുന്ന വലിയ വലിയ കലാപങ്ങൾ, മുൻപേ വരാൻ പോകുന്ന കലാപങ്ങൾ, അതിന് മുന്നോടിയായിട്ട് എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്താഗതി, ഇതൊക്കെ ഒരു ഭരണകൂടം ചിന്തിക്കേണ്ടതാണ്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ ഇന്ദിരാഗാന്ധി തോക്കെടുത്തതുപോലെ, കേരളത്തിൽ പണ്ട് കൂത്തുപറമ്പിൽ 5 പേരെ വെടിവെച്ച് കൊന്നതുപോലെ കോൺഗ്രസ് തോക്കെടുത്തതുപോലെ, മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ കോൺഗ്രസ് തോക്കെടുത്തതുപോലെ, ഇവിടെ ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ ഇടതുപക്ഷ സർക്കാർ ആ പ്രക്ഷോഭത്തെ നിഷ്ഠൂരമായി അടിച്ചമർത്തിയതുപോലെ, അത് വോട്ടിങ്ങിലൂടെ കൊടുത്തപ്പോഴാണ് അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. അപ്പോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ സമരം അവസാനിപ്പിച്ചതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. 2 പൊട്ടിക്കണം എന്ന് നമ്മളെല്ലാരും ചിന്തിച്ചിട്ടുള്ളത് തന്നെ. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി കുറെ ആലോചിച്ചു. ഉറക്കം കിട്ടണ്ടേ? ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രോളുകളും ട്രോളുകളൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ, കണ്ട് കടിച്ചു പിടിച്ചിരിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ കുറെ പോസ്റ്റുകൾ, മാധ്യമം, പിന്നെ ഈ കുറെ ഊള ചാനലുകൾ, മനോരമ, ഇവരൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യണം രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക്, രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം അതിന്റെ ടോൺ മാറിയത്, രാഹുൽ ഗാന്ധിയെ കണ്ടു കേന്ദ്രം മേടിച്ചു, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അതിന്റെ കൃത്യമായി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോ അഭിജിത് ദീപ്കയും സോനം വാങ്ചുക്കും ആണല്ലോ ഹീറോസ് ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര ജനപിന്തുണ, സെലിബ്രിറ്റീസിന്റെ പിന്തുണ. സെലിബ്രിറ്റി ഉളകൾ പോട്ടെ, നാറ്റിങ്ങൾക്ക് ഒരു വരി 2 തന്തയാണ്. കേരളത്തിലെ PSC ഇതുവരെ അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഒറ്റ തന്ത PSCയുടെ കാര്യത്തിൽ ഈ സെലിബ്രിറ്റികളെല്ലാം ആണോ അഭിപ്രായം പറയുമ്പോൾ ചിലരെ നമ്മളോട് ചോദിക്കും, അത് അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് ഒന്നിൽ അഭിപ്രായം പറയുന്നത് അവരുടെ ഇഷ്ടമാണ്, അവർ മറ്റേ അഭിപ്രായം പറയാതിരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരേ കാര്യം, ഒരേ വിഷയം മൂക്കിന്റെ തുമ്പിൽ നടക്കുന്നതും മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത്. അപ്പോൾ ഈ 2 തന്തയ്ക്കുണ്ടായ സ്വഭാവം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു. അതിൽ വേറെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഒരേ കാര്യമാണ്, ഒരേപോലെ വിദ്യാർത്ഥികളാണ്, ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോ ഇവരുടെയൊക്കെ പിന്തുണ ഈ അഭിജിത് ദീപ്കയ്ക്ക് ഇവർക്ക് കിട്ടുന്നുണ്ട്. രാഹുലിന് ചെറിയൊരു അസൂയ. രാഹുലിന്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, MP മാർക്ക് കിട്ടുന്ന ഒരു ആക്സസ് ഉണ്ടല്ലോ, ഒരു സാധാരണക്കാർക്ക് കിട്ടാത്ത ഒരു എന്താ പറയാ പ്രിവിലേജ്, കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള. അങ്ങനെ അവർ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വരെ എത്തുന്നു. പിന്നെ മെനിഞ്ഞാന്ന് രാത്രി എന്തോ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലാകണ്ട പോയി പുഷ്പാർച്ചന എന്തോ നടത്തുന്നു. ഈ പുള്ളി ഈ കിടന്ന് കറങ്ങി ജന്തർ മന്ദറിൽ എത്തും എന്നൊരു കാഴ്ചപ്പാട് BJPക്ക് ഉണ്ടായി കാണണം. മോദിക്കോ അമിത്ഷയ്ക്കോ രാജ്നാഥ് സിംഗിനോ എല്ലാവർക്കും. രാഹുൽ ഗാന്ധി അവിടെ കയറിയിരിക്കുകയും സമരം രാഹുൽ ഗാന്ധി നയിക്കുന്ന പോലെ ആവുകയും രാഹുൽ ഗാന്ധി അഭിജിത് ദീപ്ക എന്നൊരു കോമ്പിനേഷൻ വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവര്
പിന്നെ BJP പുറകോട്ട് പോകില്ല. അപ്പൊ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി ഈ സാധനം വരാൻ നേരത്ത് MA ബേബിയോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോകുന്ന പോലല്ല. അതുങ്ങൾ ആർക്കും വേണ്ട. അത് ഈ പറയുന്ന കണക്ക് ഈച്ച പറ്റുന്ന കണക്ക് പോയി പറ്റുന്നു എന്നല്ലാതെ അതിനെ ആരും ഇവിടെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ല. മറ്റത് മറ്റോരെക്കാളും 10-35% വോട്ട് പെർസെന്റേജ് ഉണ്ടല്ലോ. ശത്രുവിന്റെ ബലത്തെ നമ്മൾ ഒരിക്കലും നിസാരമായി കാണില്ല. അത് BJPയുടെ വലിയ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇത്രയും ശതമാനം വോട്ടുണ്ട്. ഇയാൾ അവിടെ പോയിരുന്നാൽ അയാളുടെ മുന്നിൽ ഈ സമരം പിൻവാങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഒരിക്കലും സമരം പിൻവാങ്ങാൻ മോദി സമ്മതിക്കില്ല. വലിയ കലാപം നടക്കും. ഈ കുട്ടികളെ കൂടെ ഉള്ളവർ തന്നെ ബോംബിട്ട് കൊല്ലും. എങ്ങനെയാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിനെയും നമുക്ക് എല്ലാവർക്കും അറിയാലോ. കുറച്ച് ദിവസം മുമ്പാണ് RVS മണി എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂ കൊടുത്തത്. പാകിസ്ഥാന്റെ ISIയുമായി ചേർന്നാണ് കോൺഗ്രസ് മുംബൈ ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് എന്നും അവരത് എക്സിക്യൂട്ട് ചെയ്തതെന്നും അത് ഹിന്ദുക്കളുടെ തലയിലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അജ്മൽ കസബിന് ഒരു ഹിന്ദു പേരും കയ്യിലൊരു രക്ഷയൊക്കെ കെട്ടി ഇറക്കിയതെന്നും അവർ RSSന്റെ പേരിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് 2010 ഒരു പുസ്തകം വരെ ഇറക്കി എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ തെളിവ് സഹിതം സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സ്വന്തം ജനങ്ങളെ, കൂടെ നിൽക്കുന്നവരെ കൊലക്കി കൊടുത്തും ഇവർ ചിലപ്പോൾ അധികാരം ഉറപ്പിക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ സമരപന്തലിൽ എത്തിയാൽ ആ കുട്ടികളുടെ ജീവൻ ആപത്താണ്. അയാൾ അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകളിലാവും ഇവൻ ജന്തർ മന്ദറിൽ എത്തുന്നതിന് മുമ്പ് എന്താണ് അവരുടെ അൾട്ടിമേറ്റ് ഡിമാൻഡ്. കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും എന്നുള്ളത് ഒരു തരത്തിലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം BJP അതിന് വഴങ്ങത്തില്ല. കാര്യം അങ്ങനെയാണല്ലോ പറയുന്നത്, ഫാസിസ്റ്റ് സർക്കാരാണ്. അപ്പോ മോദി പറഞ്ഞു എന്തായാലും റീഷഫ്ലിംഗ് വരികയാണ്, സ്വാഭാവികമായിട്ടും നാണക്കേടാണ്, തലകുനിച്ച് പടിയിറങ്ങേണ്ടി വരും. നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടി യുവാക്കൾ എന്നൊക്കെ നാട്ടിലുള്ള എല്ലാ BJPക്കാർക്കും നാണക്കേടാണ്. എല്ലാവരും വളരെ അങ്ങ് അയ്യേ എന്നായി പോകുമെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ ഇതിനേക്കാൾ വലിയ ദുരന്തം ഈ രാജ്യത്തിൽ നടത്താൻ ചിലർ കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന് ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടായിരിക്കണം എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ പ്രഹ്ലാദ് ജോഷി, രണ്ടും സംഘത്തിന്റെ ആൾക്കാർ തന്നെയാണ്, രണ്ടുപേരും നോക്കിക്കോളും. എനിക്ക് തോന്നുന്നു പ്രധാനം അങ്ങനെ അവർ ഒഴിവാക്കില്ല. ഏതെങ്കിലും ഒരു വകുപ്പിൽ അദ്ദേഹം ഇനിയും വരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ കോൺഗ്രസ് മുന്നോട്ട് മോദി മാപ്പ് പറയണമെന്നാണ് എന്റെ അഭിപ്രായത്തിൽ. മോദിയും പറഞ്ഞേക്കും, നമ്മുടെ പിള്ളേരല്ലേ, മോദി അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, നമ്മുടെ കുട്ടികളല്ലേ. എന്റെ രാജ്യത്തിലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടൊന്നുമല്ല, എന്റെ രാജ്യത്തിലെ കുട്ടികളോട് നീറ്റ് പേപ്പർ ചോർന്നു പോയി, അതിൽ ബാധിക്കപ്പെട്ട എല്ലാ കുട്ടികളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ക്ഷമ ചോദിച്ചതാണ് ഓൾറെഡി. മോദിക്ക് അങ്ങനെ തന്നെ പറയാം, അല്ലാതെ ഈ ഊളെ നമ്മളാരും നോക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അത് കൂടുതൽ കുളമാക്കി, വലിയ കലാപമാക്കി, വെടിവെപ്പും കുറെ കുട്ടികളുടെ ജീവനും ഒക്കെ പോക്കി. കാര്യം ഇവരുടെ മുത്തശ്ശിക്കൊക്കെ അതാണ് ജോലി. പ്രധാനമന്ത്രി സ്ഥാനം പോകുന്നു എന്നറിഞ്ഞപ്പോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മുത്തശ്ശിയെ ഏതോ 2 സിഖുകാർ വെടിവെച്ച് കൊന്നു എന്നറിഞ്ഞു. കോൺഗ്രസ്സുകാർ 3000-ഓളം സിഖുകാരെയാണ് ഡൽഹിയിൽ വെട്ടിക്കൊന്നു കളഞ്ഞത്. 3000-ഓളം. ഗുജറാത്തിൽ നടന്ന കലാപം ഹിന്ദു മുസ്ലിം കോൺട്രവേഴ്സിയാണ്, അല്ലാതെ BJPക്കാർ പോയി ആക്രമിച്ചല്ല. ഭരണം BJPയുടെ കയ്യിലായതുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വം BJPക്ക് വന്നതാണ്. പക്ഷെ ഡൽഹിയിൽ സിഖുകാരെ കോൺഗ്രസ്സുകാർ മതം പോലും നോക്കില്ല, ഭയങ്കര മതേതരത്വം വരുന്നുണ്ടോ. കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ട്, കോൺഗ്രസിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആരെ വെട്ടിക്കൊന്നു? സിഖുകാരെ വെട്ടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ജനാധിപത്യ ബോധമുള്ള ആൾക്കാരാണ് കോൺഗ്രസ് എന്നതും നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇതൊരു വലിയ കലാപത്തിലേക്ക് പോയി പിന്നെ അതിലും വലിയ തിരിച്ചടികൾ വരണ്ട എന്ന് കരുതിയിട്ട് ഒരു പിൻവാങ്ങലായിട്ടാണ് ഞാൻ ഇതിനെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമാണ്. ഇവൻ കറങ്ങി തിരിഞ്ഞ് വേട്ടാവളിയൻ ഒടുവിൽ ജന്തർ മന്ദറിൽ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവന്റെ കൂടെ വന്ന് കയറുന്നതൊക്കെ ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ അവിടെ ഒമർ ഖാലിദിന് സിന്ദാബാദ് വിളിക്കുന്ന തീവ്രവാദികൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. കാശ്മീരിലെ 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്ന തീവ്രവാദികൾ എത്തിക്കഴിഞ്ഞു. മാത്രവുമല്ല, തീവ്രവാദികൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന, തീവ്രവാദികളെ ഉറ്റ സുഹൃത്തുക്കളും പൊന്നരിപ്രാവുകളുമായിട്ട് കാണുന്ന അരുന്ധതി റോയ് വരെ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ധർമ്മസ്ഥല എന്ന പ്രദേശത്തെയും ക്ഷേത്രത്തെയും നാണം കെടുത്താനായിട്ട് എന്ത് നാറിയ കളിയും കളിക്കുന്ന പ്രകാശ് രാജ് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോ തീവ്രവാദികളുടെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിലെ സ്വന്തം മക്കളുടെ ജീവനെ ഓർത്തും അവർക്ക് ഒന്നും അറിയില്ല. കാര്യം അവര് ഈ തോണ്ടല് മാത്രമേ ഉള്ളൂ. അവർക്ക് മോദി ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മോദി ഫാസിസ്റ്റ്, നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ വേറെ എന്തെങ്കിലും. അപ്പൊ ഇതിന്റെ പുറകെ ഇങ്ങനെ ഓടുക എന്നല്ലാതെ ഈ പിള്ളേർക്ക് വേറെ ചക്കയും മാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ പ്രസംഗം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന സോകോൾഡ് യൂത്ത് എത്രത്തോളം ബോധേഡാണെന്നുള്ളത്. കുറച്ച് ശതമാനം കേട്ടാ, ബാക്കിയുള്ളവരൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, വോട്ട് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം വോട്ട് ചെയ്യിക്കണം, കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് നടത്തണം. 240 എന്നുള്ളത് 300-ൽ തന്നെ BJP എത്തിക്കാൻ നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സർക്കാരിന് പവർ ഉള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ വെറുതെ എല്ലാവരും വോട്ട് ചെയ്തോളും, മോദി ജയിച്ചോളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ നമുക്ക്
പ്രശ്നമൊന്നും പറ്റില്ല, നമുക്കുള്ള വോട്ട് പെർസെന്റേജ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ട് ചെറിയ ചില പ്രശ്നങ്ങൾ പറ്റി കുറച്ച് ഓവർ കോൺഫിഡൻസും കൂടി BJPക്ക് വന്നു എന്ന് അപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ പരമാവധി പവറിലേക്ക് 2029 കൂടി BJP എത്തിക്കുന്നതായിരിക്കണം നമ്മുടെ ഇനിയുള്ള ടാർഗറ്റ്. സംഭവിച്ചത് സംഭവിച്ചു. കർഷക സമരത്തിൽ നമ്മൾ പിൻവാങ്ങി, വിദ്യാർത്ഥി സമരത്തിലും പിൻവാങ്ങി. പക്ഷെ രാഹുൽ ഗാന്ധിയോടോ മറ്റ് രാഷ്ട്രീയ ഹിജടകളോടോ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇന്നേ വരെ മോദി ചെയ്തിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ഹിജടകൾ ഈ CJP എന്നതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി മാറിയാൽ പോലും ഒരു വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല, അതുങ്ങൾ ജയിക്കാനും പോകുന്നില്ല. അതും നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ CJP എന്ന പാർട്ടി അതിൽ ആത്മാർത്ഥമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, പക്ഷെ കോൺഗ്രസ് ISIയുമായി ചേർന്ന് ഭാരതത്തിൽ ഭീകരാക്രമണം പ്ലാൻ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന പോലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും അവരും കൊടി ഉയർത്തും. അതുകൊണ്ട് ഇത്തരംകാരെ എല്ലാം ഒഴിവാക്കി ഇത്തരക്കാരുടെയൊക്കെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറെ പേര് വന്നിട്ട് സംഘികൾ കൂട്ടക്കരച്ചിലാണ്. യെസ്, ഓഫ് കോഴ്സ്, ഭയങ്കര വിഷമം വരുന്നു, ഉറക്കം കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഈ പറയുന്ന പോലെ ജന്തർ മന്ദറിലെ സമരം കൈവിട്ടു പോകുന്നു, മോദിയെ വീട്ടിൽ കയറി ഇടിക്കാൻ പോകുന്നു, ബംഗ്ലാദേശ് പോലെ, നേപ്പാൾ പോലെ, ശ്രീലങ്ക പോലെയൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് ചുമ്മാ നമ്മുടെ BJPയുടെ നാഷണൽ പ്രസിഡന്റ് ഒരു ഫേസ്ബുക്കിലൂടെ ഒരു ലൈവ് വരികയോ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ 6-ാം തമ്പുരാനിലെ മോഹൻലാലിന്റെ ഡയലോഗ് കണക്ക് ചിലപ്പോൾ 5-6 കൈയും കാലൊക്കെ പോവും, ചിലപ്പോൾ 4 തലയും പോവും. അതിപ്പോ ഇപ്പുറത്തായാലും അപ്പുറത്തായാലും അത് നഷ്ടപ്പെടുന്നവന്റെ വീട്ടുകാർക്കും അടുത്തുള്ളവർക്കുമാണ് ആ വേദന, നഷ്ടപ്പെടുന്നവനില്ല എങ്കിലും. അപ്പോ അങ്ങനെയൊന്നും സംഭവിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം, അങ്ങനെ ഒരു പിന്തുണയൊന്നും അവരാരും അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നേപ്പാളും ശ്രീലങ്കയും ബംഗ്ലാദേശും ഒക്കെ സ്വപ്നം കാണുന്നവരോട് അതൊരു വലിയ യുദ്ധത്തിലേ അവസാനിക്കുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് സിമ്പിളായിട്ട് ജന്തർ മന്ദറിൽ ഞങ്ങൾ ഒരു 35 ദിവസം ഇരുന്ന് ഞങ്ങൾ അവരെ മുട്ടുകുത്തിച്ചു, ശരി തന്നെ, ഞങ്ങൾ അതെല്ലാം നോക്കിയിരിക്കുക തന്നെയാണ്. ഞങ്ങൾക്ക് ആർക്കും അതിലൊരു ബുദ്ധിമുട്ട് ഒന്നും തോന്നിയില്ല. പോട്ടെ, എന്തായാലും കുറെ കഴിഞ്ഞ ഒരു 2024 240 എത്തിയപ്പോ എല്ലാവരും കൂടെ കുതിര കയറിയതാ BJPയുടെ. അന്നും ഇതേ തകർച്ചയായിരുന്നു കേട്ടോ. 303 നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 63 പേരെയാണ്. അത്രയും പേരൊന്നും ഇപ്പൊ നഷ്ടപ്പെട്ടില്ലല്ലോ. ഒരു ധർമ്മേന്ദ്ര പ്രധാനല്ലേ രാജിവെച്ചുള്ളൂ. അന്ന് ഞങ്ങൾക്ക് 63 പേര് നഷ്ടപ്പെട്ടു. 293 NDA സഖ്യം ഒതുങ്ങി. അന്ന് നിങ്ങൾ എല്ലാവരും തളപ്പെട്ട് കയറി. തുടർന്നുള്ള ഇലക്ഷനുകളിൽ BJP വൻ വിജയം നേടി. വീണ്ടും ഞങ്ങൾ ആ ഒരിറക്കത്തിൽ നിന്ന് ഒരു കയറ്റത്തിലേക്ക് കയറി. ഇപ്പോൾ വീണ്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഒരു ചെറിയ ഇറക്കത്തിലേക്കാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ പിൻവാങ്ങലായി നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മുടെ രാജ്യത്തിലെ കുട്ടികളുടെ ഈ തീവ്രവാദികൾ ഇതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി ആസാദി മുദ്രാവാക്യം വിളിക്കുന്ന തീവ്രവാദികൾ, അത് പ്രത്യേകിച്ച് കേൾക്കണം. കേരളത്തിലായാലും ഡൽഹിയിലായാലും ആസാദ് കാശ്മീർ മുദ്രാവാക്യം വിളിക്കുന്ന എല്ലാം തീവ്രവാദികൾ തന്നെ. രാജ്യത്തിലെ മനുഷ്യത്വം, ഇവിടെ സംഖ്യകൾക്കാണല്ലോ മനുഷ്യത്വം ഇല്ലാത്തത്, നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. ആസാദ് കാശ്മീർ വിളിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പേർ കുടിയൊഴിപ്പിക്കപ്പെട്ട, 10,000-കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ട, 100-കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട, 10,000-കണക്കിന് പേർ കൂട്ടക്കുരുതിക്കിരയായ 1989-90 കാശ്മീരിൽ ഹിന്ദുക്കൾ നേരിട്ട വംശീയ കലാപത്തിന്റെ മുഖമുദ്രയാണ് ആസാദി മുദ്രാവാക്യം. അത് വിളിക്കുന്ന ഏതൊരു ചെറ്റയും ഏതൊരു തന്തയ്ക്ക് പറക്കാത്ത നാറിയും തീവ്രവാദി തന്നെ. അവന്റെ പരമ്പരയും തീവ്രവാദ പരമ്പരയാണ്, അവന്റെ തലച്ചോറും തീവ്രവാദ പരമ്പരയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. JNUവിൽ കനയ്യകുമാർ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിനോടൊപ്പം ഭാരത് തേരെ തുക്കടേ ഹോഗേ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതത്തിനെ 16 കഷ്ണമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നവൻ ചെറ്റയാണ്, അവൻ തീവ്രവാദിയാണ്. അവന്റെ തന്തയുടെ തന്തയും പരമ്പരയും തീവ്രവാദികളാണ്, ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, രാജ്യദ്രോഹികളാണ്. ആസാദി വിളിക്കുന്ന ഏതൊരു ചെറ്റയും ഈ രാജ്യത്തിന്റെ ശത്രുക്കളും രാജ്യദ്രോഹികളുമാണ്. നിന്റെ മുന്നിൽ അങ്ങനെ ഈ രാജ്യത്തിനെ വിട്ടുതരാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. വിദ്യാർത്ഥികൾ, ആ പാവം പിടിച്ച വിദ്യാർത്ഥികളെ കരുവാക്കി അവരെ കൊലക്കി കൊടുത്തും ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാമെന്ന് ഇറങ്ങി തിരിച്ചവർക്ക് മോദി കൊടുത്തൊരു അടിയായി ഞങ്ങൾ ഇത് കണക്കാക്കും. ഇനി അതല്ല രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കും, സർക്കാരിനെ മറിച്ചിടും, ജൻസി കലാപം ഉണ്ടാകും എന്നാണെങ്കിൽ രാഹുൽ ഗാന്ധി, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ദ്രോഹമാണ്. അങ്ങനെ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട് കയറി ആക്രമിക്കുക, പാർലമെന്റ് കയറി ആക്രമിക്കുക, പശ്ചിമ ബംഗാൾ, ശ്രീലങ്ക, നേപ്പാൾ മോഡലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. കേരളം മുതൽ കാശ്മീർ വരെയുള്ള സകല നിയമസഭകളും നിന്ന് കത്തും. അങ്ങനെ സംഭവിക്കും രാഹുൽ ഗാന്ധി. അന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത നിങ്ങളൊരു മന്ദബുദ്ധി, നിങ്ങളോ കിഴങ്ങ. പക്ഷെ ഈ ഇന്റലിജൻസ് ബ്യൂറോയും ഇന്ത്യയുടെ സൈന്യത്തിനൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാത്തതൊന്നുമല്ല.
അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ കലാപത്തിലൂടെയല്ല. നമ്മുടെ കേരളത്തിൽ കുറച്ച് PSC ആൾക്കാർ സമരം ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിലെ DYFIക്കാർ സമരം ചെയ്തപ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെന്ന് കണ്ടല്ലോ. അത്രേ ഉള്ളൂ. സമരം ചെയ്യുക, സമരം പരമാവധി അതിന്റെ മൂർധന്യതയിൽ എത്തിക്കുക, എന്നിട്ടും സർക്കാർ കീഴടങ്ങുന്നുണ്ടെങ്കിൽ കലാപത്തിലൂടെ ഭരണത്തെ അട്ടിമറിക്കുകയല്ല, വോട്ടിങ്ങിലൂടെ അട്ടിമറിക്കലാണ് ജനാധിപത്യം എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അത് തിരിഞ്ഞ് BJPക്കാർ ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആയി, പിന്നെ കലാപമായി, പിന്നെ വലിയ പ്രശ്നങ്ങളായി കഴിയുമ്പോൾ ജനാധിപത്യം മെരിച്ച്, ഭരണഘടന മെരിച്ച് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഉദ്ദേശം അതാണെന്ന് എനിക്കറിയാം. കാരണം പാകിസ്ഥാന്റെ ISIയുമായി ചേർന്ന് ഈ രാജ്യത്ത് തീവ്രവാദ ആക്രമണം നടത്തി 100 കണക്കിന് ആൾക്കാരെ കൊന്ന, 1000 പേരുടെ ജീവിതം വഴിയാധാരമാക്കിയ ക്രൂരന്മാരാണ്. അത്രയ്ക്ക് നികൃഷ്ട ജീവികളാണ് കോൺഗ്രസ്സുകാർ. 2-3 ദിവസമായിട്ട് പത്രങ്ങളിൽ നിന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോട്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് വരുന്ന ഭാവിയെക്കുറിച്ച് ഓർക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ജയ് ഹിന്ദ്.